തൂലിക. എഴുത്തുകാരെയും രചനകളെയും പരിചയപ്പെടുത്തുന്നു. നിർവഹണം സ്വപ്ന രാജേഷ്. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, തൂലികയുടെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് തൂലികയുടെ എഴുത്തുവഴികളിൽ നമ്മോടൊപ്പം കൂടുന്നത് എഴുത്തുകാരിയും അധ്യാപികയും വയനാട് മുട്ടിൽ സ്വദേശിനിയുമായ റൂബി ഫൈസലാണ്. 2022 കേരളോത്സവം കഥാരചനാ മത്സരത്തിൽ സംസ്ഥാന വിജയിയായിക്കൊണ്ടാണ് റൂബി എഴുത്തിലേക്ക് കൂടുതൽ ശക്തമായി കടന്നുവരുന്നത്. കഥകളാണ് കൂടുതലും കൈകാര്യം ചെയ്യാറുള്ളതെങ്കിലും കവിതകളും ഈ എഴുത്തുകാരിക്ക് പ്രിയങ്കരം തന്നെ. എന്തായാലും നേരിട്ട് നമുക്ക് റൂബിയുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. നമസ്കാരം, തൂലികയിലേക്ക് സ്വാഗതം. നമസ്കാരം. എല്ലാ ശ്രോതാക്കൾക്കും റൂബിയുടെ വിനീതമായ നമസ്കാരം. ശരിക്കും കഥകളാണല്ലേ കൂടുതൽ എഴുതുന്നത്? അതെ അതെ, കവിതകൾ എഴുതാറുണ്ട്. പക്ഷെ ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇഷ്ടം, അല്ലെങ്കിൽ എനിക്ക് പറ്റുന്നത് എന്ന് തോന്നിയിട്ടുള്ളത് കഥകളാണ്. ശരിക്കും ഏതുതരം എഴുത്തുകളാണ് കഥകളിൽ ഉൾപ്പെടുത്തുന്നത്? എങ്ങനെയാണ് എഴുതി പോകുന്നത്? എഴുതി പോകുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് നമുക്കതിനെ ഒരു ഡെഫിനേഷൻ കൊടുത്ത് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ചില അവസരങ്ങളിൽ നമുക്കിങ്ങനെ എഴുത്ത് എന്ന് പറയുമ്പോൾ എല്ലാ സമയത്തും, അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത് എഴുതാനിരിക്കുമ്പോഴോ വരുന്ന ഒരു സാധനമല്ല. അപ്പം നമ്മൾ ചില സമയത്ത് ചെറിയൊരു കാര്യമായിരിക്കും, നമ്മളിങ്ങനെ യാത്രയിലോ അല്ലെങ്കിൽ നമ്മളുടെ ഡേ ടു ഡേ ലൈഫിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മളൊരു കാര്യത്തിൽ ഏർപ്പെടുമ്പോഴായിരിക്കാം, അവിടെ നമ്മളെ സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. ആ പോയിന്റിനെ ഇലാബറേറ്റ് ചെയ്ത് ഒരു കഥയിലേക്ക്, നമുക്കൊരു ആശയം അല്ലെങ്കിൽ ഒരാളിലേക്ക് എത്തിക്കേണ്ട എന്തെങ്കിലും ഒരു കാര്യത്തിനെ നമ്മൾ എലാബറേറ്റ് ചെയ്തിട്ട് ഒരു കഥയാക്കി എഴുതുകയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ അല്ലാത്ത പക്ഷം നമുക്കൊരു കഥ ഇന്നൊരു വിഷയത്തിൽ അല്ലെങ്കിൽ ഇന്നൊരു കാര്യത്തിനെ കുറിച്ചിട്ട് ഒരു കഥ പ്ലാൻ ചെയ്ത് എഴുതാൻ പറ്റും. അതിനേക്കാളേറെ കുറച്ചുകൂടെ എഴുതുന്ന ആളിന് പോലും ഒരു ത്രില്ല് കിട്ടും. ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യത്തിൽ നിന്ന് അതിനെ ബേസ് ചെയ്ത് ചിന്തിച്ച്, അല്ലെങ്കിൽ നമ്മളൊരു മനസ്സിലൊരു മനനം ചെയ്തെടുക്കുമല്ലോ, ആ ഒരു മനനം ചെയ്യലിലൂടെ നമ്മളൊരു കഥയ്ക്കൊരു രൂപം കൊടുത്തതിന് ശേഷം എഴുതാനിരിക്കുകയാണെങ്കിൽ അത് ഞാൻ ആദ്യം പറഞ്ഞ രീതിയേക്കാൾ കൂടുതൽ എഴുതുന്ന ആളിന് കൂടെ ആസ്വദിക്കാൻ കഴിയും. അതായത് എഴുത്തുകാരനും ആസ്വദിക്കണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമ്മളൊരു പുതിയ കഥ അല്ലെങ്കിൽ ഏത് രചനയായിരിക്കട്ടെ, അത് കഥയോ കവിതയോ എന്ത് എഴുതുമ്പോഴും എഴുത്തുകാരന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതിൻ്റെ ഒരു പൂർണ്ണത എന്ന് പറയുന്നത് അത് അനുഭവിച്ചറിയുന്നത് തന്നെയാണ്. പിന്നെ എഴുത്തുകാരൻ എന്താണോ എഴുതിയിട്ടുള്ളത് അതിനെ വായിക്കുന്ന ആളിനും കൂടെ അതേ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുമ്പോൾ ആ എഴുത്ത് വിജയിച്ചു. അതുപോലെ ആനുകാലിക സംഭവങ്ങളാണോ അല്ലെങ്കിൽ നമ്മൾ കണ്ടതും കേട്ടതുമായ വിഷയങ്ങളാണോ എഴുത്തിന് തിരഞ്ഞെടുക്കാറ് എന്നുള്ളതും കൂടിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആനുകാലികങ്ങളാണോ എന്ന് ചോദിച്ചാൽ കംപ്ലീറ്റ്ലി ആനുകാലിക സംഭവങ്ങളൊന്നുമല്ല. ചിലപ്പോൾ നമ്മൾ മനസ്സിന് കൂടുതലായിട്ട് നമ്മൾ സന്തോഷിച്ച് അല്ലെങ്കിൽ നമ്മൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യത്തിനേക്കാൾ േറെ എതിരഭിപ്രായം തോന്നില്ലേ? അല്ലെങ്കിൽ അങ്ങനെയല്ലല്ലോ, ചില സമയത്ത് നമ്മളുടെ മനസ്സിലൊരു അസഹിഷ്ണുതയുണ്ടാവും. ആ അസഹിഷ്ണുതയാണ് നമ്മൾ പ്രകടിപ്പിക്കാൻ, നമുക്ക് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ആളുകളിലേക്ക് അത് എത്തിക്കാനും നമ്മുടെ മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാനും വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു വേദി തന്നെയാണ് എഴുത്ത്. എഴുത്തിലൂടെ നമുക്ക് ആ ഒരു സിസ്റ്റത്തിനോട്, നമുക്ക് എതിരഭിപ്രായമുള്ള ഒരു സിസ്റ്റത്തിനോട് നമ്മൾ പ്രതികരിക്കുകയാണ് ചെയ്യുന്നത്. എഴുത്തിലൂടെ ചെയ്യുന്നത് അതാണല്ലേ? തീർച്ചയായിട്ടും പ്രതികരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. നമുക്ക് നേരിട്ട് ഒരാളെടുത്ത് സംസാരിക്കാൻ, അത് ഒരാളുടെ ധൈര്യക്കുറവല്ല കേട്ടോ, സിസ്റ്റം അങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ നേരിട്ടാണ് ആ ഒരു മറുപടി കൊടുക്കുന്നതെങ്കിൽ അത് ഇപ്പോൾ എഴുത്തുകാരനോ എഴുത്തുകാരിയോ ആരായിരിക്കട്ടെ, അവർ ധാർഷ്ട്യമുള്ള ആളുകളാണ്, ധിക്കാരികളാണ് എന്ന് തീരുമാനിക്കുന്ന ഒരു സിസ്റ്റമാണുള്ളത്. അതെ. ആ സമയം നമ്മൾ അത് എഴുത്തിലൂടെ പ്രകടമാക്കുമ്പോൾ രണ്ടുപേർക്കും, അത് വായിക്കുമ്പോൾ ഈ ആളിനും മനസ്സിലാവുന്നു, നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു സംഘർഷവും കൂടെ നമ്മൾ എഴുത്തിലൂടെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്, ലഘൂകരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ശരിക്കും റൂബി എഴുതി തുടങ്ങിയത്
എപ്പോഴാണ്? ആദ്യം മുതലേ എഴുത്തുണ്ടായിരുന്നോ അല്ലെങ്കിൽ ഈ ഇടയ്ക്ക് വെച്ച് എഴുതിയതാണ് എഴുത്ത് തുടർന്ന്? ആദ്യം മുതലേ എഴുത്തുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ കുറെ ബാക്കോട്ട് കഥകൾ പോകേണ്ടി വരും. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിക്കാലത്ത് ഞാനും എൻ്റെ അനിയത്തിയും ഏകദേശം സെയിം ഏജ് ആണ്. ആ സമയത്ത് ഞാൻ എൻ്റെ വല്യമ്മ അമ്മമ്മേൻ്റെ അടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ വേറെ കൂട്ടുകാരോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് വളരെ ചെറുപ്പത്തിലെ വായനയിലേക്ക് വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. ഒത്തിരി വായിക്കുമായിരുന്നു. ഇന്നും വായന എന്ന് പറയുമ്പോൾ ഭയങ്കര ലഹരിയാണ്. പക്ഷെ ഇടക്കാലത്ത് ഒരു സ്കൂൾ ടൈം അല്ലെങ്കിൽ ഒരു 10ാം ക്ലാസ് മുതലുള്ള സമയം തൊട്ട് എനിക്ക് വായിക്കാനേ പറ്റിയിട്ടില്ല. നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ, വിജ്ഞാനപ്രദമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ജോലി അങ്ങനെയുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് മറ്റു വായനയിൽ നിന്ന് നമ്മൾ പാടെ വ്യതിചലിച്ചു പോയിട്ടുണ്ട്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിവാഹം കഴിഞ്ഞത്. പിള്ളേരായിട്ടും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക തന്നെയായിരുന്നു. ഈ ഉറക്കുന്ന സമയത്ത് കഥകൾ പറഞ്ഞു കൊടുക്കും. എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ്. നമ്മൾ കഥകൾ പറഞ്ഞു കൊടുക്കും. മിക്കവാറും നമ്മൾ കണ്ടിട്ടുള്ള ആമയും മുയലിന്റെയും കഥകളൊക്കെ ഒരു ചെറിയൊരു ഷോർട്ട് അല്ലെങ്കിൽ ഒരു ഷോർട്ട് സ്റ്റോറികളായിരിക്കും. ആ സമയത്ത് ഇവർ ഉറങ്ങണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ ഈ അമ്മമാര് ഉണ്ടാക്കി പറയാന്ന് പറയും. ഇങ്ങനെ ഒരു കഥ സ്റ്റാർട്ട് ചെയ്ത് ഇവർ ഉറങ്ങുന്നത് വരെ അത് എത്തിക്കുക എന്നുള്ളത് ഒരമ്മയുടെയും ഒരു കടമയായിട്ട്. പ്രത്യേകിച്ച് അപ്പുറത്ത് നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ടാവും, നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനുണ്ടാവും. അങ്ങനെയുള്ള സമയത്ത് ഞാൻ ഈ കഥകൾ പറയുമ്പോൾ പിള്ളേർ കൂടുതൽ ആകാംക്ഷ, ഈ ഉണ്ടാക്കി പറച്ചില് എനിക്ക് എന്തോ ഒരു കഴിവുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. സാങ്കല്പികമായിട്ട് ഉണ്ടാക്കുന്ന കഥകളെ വിശ്വാസയോഗ്യമായ രീതിയിൽ അവതരിപ്പിച്ച് അത് ഇവര് അങ്ങനെ എന്തൊക്കെയാണ് അതിന്റെ ബാക്കി അവര് ചോദിക്കുന്ന രീതിയിലേക്ക് എത്തിയപ്പോ അവരത് കേട്ട് വിശ്വസിച്ചു തുടങ്ങി. അവരതിൽ ഫുള്ളി എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുന്ന, അത് സങ്കടങ്ങളാണെങ്കിലും അത് കേട്ട് അങ്ങനെ ഇരിക്കുന്നു, അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്നതാണെങ്കിൽ പേടിക്കുന്നു. ഇതൊക്കെ അപ്പോൾ നമ്മൾ ആ സങ്കല്പത്തിൽ നമ്മൾ ഉണ്ടാക്കി പറയാണല്ലോ ഈ കഥകൾ. ആ കഥകളിൽ ഇവര് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് തോന്നി ഇതൊക്കെ എഴുതിയാൽ എന്താണ് എന്നുള്ള, എഴുതിയിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കില്ലേ എന്നൊരു പകർത്തി വെക്കാം എന്ന് തോന്നി. പക്ഷെ ഒരിക്കലും നമ്മളിങ്ങനെ ഒരു മേഖലയിലേക്ക് വരും എന്നുള്ള അന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. വിവാഹം കഴിഞ്ഞിട്ടാണ് ഡിഗ്രി ഒക്കെ മുതൽ പഠിക്കുന്നത്. ഒരു മൂത്താളായതിനു ശേഷം. അപ്പൊ നമ്മൾ കൂടുതൽ ജോലി വേണമെന്നുള്ള വളരെ കൂടുതലായിട്ടുള്ള ആഗ്രഹം ഉണ്ടായി. അപ്പോ ഏകദേശം നമുക്ക് അതിന്റെ ഏറ്റവും അടുത്തെത്തി എന്ന് തോന്നിയപ്പോഴാണ് ഇത് വിട്ടുപോയ സമയത്ത് നമ്മൾ മെന്റലി ഭയങ്കര അങ്ങനെ. ആ സമയത്താണ് യുവജനക്ഷേമ ബോർഡിന്റെ ഒരു ക്യാമ്പിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നത്. ഞാൻ അതിനു മുമ്പ് എപ്പോഴോ ഇവരുടെ കൂടെ ഈ ഡിഗ്രി സമയത്തൊക്കെ ഈ ഓട്ടോഗ്രാഫ് എഴുതുന്നതിൽ ഒരിക്കലും എഴുതി വെച്ച വാക്കുകൾ ഒന്നും എഴുതില്ല. ആ ഒരു എനിക്ക് ഓട്ടോഗ്രാഫ് എഴുതാൻ തരുന്ന ആളെ എനിക്ക് എങ്ങനെയാണോ അറിയുന്നത് അവരെ കുറിച്ച് എൻ്റെ അഭിപ്രായം മാത്രമേ ഞാൻ എഴുതൂ. ഒത്തിരി പേർക്ക് ഇഷ്ടമായിട്ട് എൻ്റെ കുറെ സുഹൃത്തുക്കളല്ലാതിരുന്ന ജസ്റ്റ് പരിചയമുള്ള ആളുകളൊക്കെ ഇങ്ങനെ തരാറുണ്ടായിരുന്നു. അതാണ് ഈ എഴുത്ത്. ഞാൻ ഒരു പറഞ്ഞല്ലോ ചെറുപ്പത്തിൽ അത് നിർത്തിയതിന് ശേഷം പിന്നീട് എഴുത്ത് എന്ന് പറയാൻ ഈ കാര്യങ്ങളേ ഉള്ളൂ. ആ സമയത്ത് എപ്പോഴോ എഴുതിയിട്ട് മനസ്സിലുണ്ടായിരുന്ന ഒരു കഥയായിരുന്നു ഒറ്റ ബീജം എന്ന് പറഞ്ഞൊരു കഥ. ഈ കഥയും കൂട്ടത്തിലൊരു കവിതയും കൂടെയാണ് നമ്മൾ യുവജനക്ഷേമ ബോർഡിന്, അത് ഞാനല്ല അവരെന്നെ അയച്ചതാ. അത് ഏത് വർഷമായിരുന്നു? 2022. അങ്ങനെയാണ് നമ്മൾ അവിടെ ക്യാമ്പിന് പങ്കെടുക്കുന്നു. ക്യാമ്പിന് പങ്കെടുത്തപ്പോഴാണ് കൂട്ടത്തിലുള്ള ആളുകളെ എത്രമാത്രം വായിക്കണം എന്ന്, ഒരുപാട് പ്രശസ്തരായ ആളുകളുടെ എഴുത്തുകൾ വായിക്കുന്നതിനേക്കാളേറെ ഒരു തുടക്കക്കാരി എന്നുള്ള നിലയിൽ എല്ലാവർക്കും ഉപകാരപ്രദമാകുന്നത് നമ്മുടെ കൂട്ടത്തിൽ എഴുതുന്ന ആളുകളെ വായിക്കുക എന്നുള്ളതാണ്. കൃത്യമായിട്ടുള്ള ഒരു അജണ്ട അല്ലെങ്കിൽ ഇതുണ്ടാവില്ല. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ മനുഷ്യനും, നമ്മളെ കൂട്ടത്തിലുള്ള ഓരോ മനുഷ്യനും എഴുതുന്നത് വ്യത്യസ്തത ഉണ്ടാവും. ആ വ്യത്യസ്തതയെ പഠിക്കുമ്പോൾ നമ്മൾക്ക് സ്വയം നമ്മളെ ഒന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. ഞാൻ എവിടെ കിടക്കുന്നു, ഞാൻ എത്രത്തോളം താഴെയാണ്, അല്ലെങ്കിൽ ഞാൻ ആരെക്കാളും മുകളിലാണ് എന്ന് നമുക്ക് സ്വയം വിശകലനം ചെയ്യാൻ പറ്റും. ആ ഒരു പ്രോസസ്സിലൂടെ നമുക്ക് താഴെയാണ് എന്ന് തോന്നുമ്പോൾ നമുക്ക് ഉയർന്നു വരാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. വായന തന്നെയാണ് എപ്പോഴും എന്നും നമ്മളെ ഒരു എഴുത്തുകാരി അല്ലെങ്കിൽ എഴുത്തുകാരനെ എല്ലാ സമയത്തും പരുവപ്പെടുത്തുന്നത് വായന തന്നെയാണ്. നമ്മൾ ചൊൽക്കവിതകൾ കേട്ടിട്ടുണ്ടാവും. ചൊൽക്കവിതകളായിരുന്നു ഇപ്പോഴും ചൊല്ലി നടക്കുന്നത്. ചൊൽക്കവിത ആ രൂപത്തിൽ എഴുതിയതാണ്. പക്ഷെ അവിടുന്ന്
ഒത്തിരി കവിതകൾ സഞ്ചരിച്ചു. ഇപ്പൊ നമ്മുടെ കവിതയുടെ മൊത്തം കെട്ടുമട്ടും ഭാവവും എല്ലാം മാറിയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് അറിയണമെങ്കിൽ നമ്മൾ പുതിയ കാര്യങ്ങൾ വായിക്കണം. ഈ പുതിയ കാര്യങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് പണ്ടത്തെ ഒരു ചൊൽക്കവിത നമ്മൾ കൊണ്ടിട്ടിട്ടുണ്ടെങ്കിൽ കാലഹരണപ്പെട്ടു പോകുന്ന ഒരു ഏതൊരു കാര്യത്തെയും പോലെ തിരസ്കരിക്കപ്പെടും. ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ പുതിയ വായനക്കാരിലേക്ക് അത് എത്രമാത്രം ആഴത്തിലെത്തുമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ഈ കഥകളിലാണെങ്കിലും പുതിയ കഥയെഴുത്ത് രീതി അല്ലെങ്കിൽ നമ്മൾ വളരെ സാഹിത്യ രൂപത്തിൽ എഴുതുന്ന കഥകളേക്കാൾ കൂടുതൽ ലൈഫ് നമ്മളെ ജീവിതവുമായി ടച്ച് ചെയ്യുന്ന രീതിയിൽ എഴുതുന്ന ഒരു രീതിയാണ് ഇപ്പോഴുള്ളത്. അപ്പൊ അത് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ വായിക്കണം, ആനുകൂല്യങ്ങൾ വായിക്കണം, അതിൽ വരുന്ന കഥകൾ വായിക്കണം, അല്ലെങ്കിൽ പുതിയ പുതിയ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ വായിക്കണം. കൂടുതൽ ഞാൻ പറയുന്നത് നമ്മൾ ഒരു ലെജൻസ് ഉണ്ട്, നമുക്ക് ഒത്തിരി ലെജൻസ് ഉണ്ട്, അവരെ വായിക്കാം, മാതൃകയാക്കാം. പക്ഷെ നമ്മൾ പുതിയ എഴുത്തുകാരെയും കൂടെ നാടോടുമ്പോൾ നടുവേ ഓടണം ചൊല്ലില്ലേ, ആ ഒരു ചൊല്ലിന് അത് ജീവിതത്തിൽ എടുക്കുന്ന ആളുകളാണ് ഇന്ന് സക്സസ് ആവുന്നത്. നല്ലൊരു നിരീക്ഷണമാണ് കേട്ടോ. കറക്റ്റ് ആണ്. അത് നിങ്ങൾ പറയുമ്പോൾ ഞാനിങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു. ശരിക്കും കേരളോത്സവവുമായി ബന്ധപ്പെട്ടിട്ടല്ലേ 2022 ആ കഥ എഴുതുകയും അതിന് പുരസ്കാരം ലഭിക്കുകയും ചെയ്തത്? അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് ഞാൻ പറഞ്ഞല്ലോ, ക്യാമ്പ് നമ്മൾ തട്ടകം എറണാകുളത്ത് വെച്ചിട്ട് തട്ടകം എന്ന് പറയുന്ന ഒരു ക്യാമ്പാണ് കിട്ടിയത്. അത് തെക്കൻ ജില്ലയും വടക്കൻ ജില്ലയും വേറെ 2 ക്യാമ്പായിരിക്കും. യുവജനക്ഷേമ ബോർഡിന്റെ ക്യാമ്പ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ചെറുപ്പത്തിൽ എഴുതിയിരുന്ന സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കഥാരചന അങ്ങനെയൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഒക്കെ സമ്മാനം കിട്ടിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ പിന്നീട് ഞാൻ പറഞ്ഞില്ല, വായന എന്ന് പറയുന്ന ഒരു മേഖലയിൽ ഞാൻ ഇല്ല ഒന്നും വായിച്ചിട്ടേ ഇല്ല. അങ്ങനെ രണ്ടാമത് നമ്മൾ വീണ്ടും തുടക്കക്കാരിയാണ്. തുടക്കക്കാരി എന്നുള്ള നിലയിൽ ആ ക്യാമ്പ് വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ക്യാമ്പ് കഴിഞ്ഞ് കുറച്ച് അതിന്റെ ഒരു ചൂടാറുന്നത് മുമ്പേ തന്നെയായിരുന്നു നമുക്ക് കേരളോത്സവത്തിന്റെ മത്സരങ്ങൾ വന്നിട്ടുള്ളത്. അങ്ങനെ പഞ്ചായത്ത് തലത്തിൽ പങ്കെടുത്തു. പഞ്ചായത്ത് തലത്തിൽ പങ്കെടുത്ത കഥയ്ക്കും കവിതയ്ക്കും ലേഖനത്തിനും ഫസ്റ്റ് കിട്ടി. സ്റ്റേറ്റ് വരെ 2 ഞാൻ ഫസ്റ്റ് വാങ്ങിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആലോചിച്ചിട്ട് ഒരു കഥ എഴുതാമെന്ന് വിചാരിച്ച് അതിന് ഇരിക്കുന്നതിനേക്കാൾ എനിക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത് മത്സര ബുദ്ധിയോടെ കഥ ഇതിലേക്ക് എഴുതുമ്പോഴാണ്. നമുക്കൊരു സബ്ജക്റ്റ് തരുന്നു, ആ സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു, എന്നിട്ട് ഏറ്റവും പുതിയ രീതിയിൽ വ്യത്യസ്തമായ രീതിയിൽ അത് എഴുതി കൊണ്ടുപോകുന്നത് എനിക്ക് കുറച്ചും കൂടെ എളുപ്പം എന്ന് എനിക്ക് തോന്നി. എനിക്കതൊരു ഭയങ്കര ഒരു വ്യത്യസ്തമായി തോന്നുക ഈ അഭിപ്രായം. എന്താന്ന് വെച്ചാല് പൊതുവെ എഴുത്തുകാരെ എഴുതുന്നവർ പറയാറ്, സബ്ജക്റ്റ് കിട്ടിയ പെട്ടെന്നൊരു സബ്ജക്റ്റ് തന്ന് എഴുതൂ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എഴുതുക? നമുക്ക് എഴുതാൻ അത് നമുക്ക് ഉള്ളിൽ വരണല്ലോ. ആ സമയത്ത് എഴുതാൻ പറ്റുമെന്ന് പറയുന്നതിന്റെ ഇടയ്ക്കാണ് റൂബി വന്നിട്ട് പറയുന്നത്, എനിക്കൊരു സബ്ജക്ട് കിട്ടിയാൽ ഞാൻ അപ്പം അത് ഫിനിഷ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഒരു സബ്ജക്ട് കിട്ടുമ്പോൾ ഫുള്ളി എന്റെ മൈൻഡ് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കും. ആ ഒരു പോയിന്റ് ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് തൊട്ട് എങ്ങനെയാണ് നമ്മൾ വളരെ എളുപ്പത്തിൽ ഞാൻ അത് കംപ്ലീറ്റ് ചെയ്യും. എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് ഒരു ഐഡിയ നമ്മൾ എഴുതുന്നതിന് മുമ്പ് ഉണ്ടാക്കുമെങ്കിലും എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് എനിക്കിങ്ങനെ വ്യതിചലിച്ച് പല കാര്യങ്ങളും എക്സ്ട്രാ ആഡ് ചെയ്ത് എഴുതാൻ പറ്റും. എനിക്കെപ്പോഴും ഞാനിങ്ങനെ എന്തെങ്കിലും പുതിയത് എഴുതുന്നില്ലേ എന്ന് എൻ്റെ സുഹൃത്തുക്കൾ ചോദിക്കുമ്പോൾ പറയുന്നൊരു കാര്യമാണ്, മത്സരങ്ങൾ വരട്ടെ. മത്സരങ്ങൾ വരുമ്പോൾ എനിക്കൊരു പുതിയ കഥയാണ് കിട്ടുന്നത്. അത് എനിക്ക് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ആ മത്സരം വരുന്ന സമയത്ത് ആണ് കൂടുതൽ, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് ഇന്നൊരാള് ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് എഴുതൂ എന്ന് പറയുമ്പോഴാണ് എനിക്ക് കൂടുതലായിട്ട് അതിനെ കുറിച്ചിട്ട് എഴുതാൻ പറ്റുന്നത്. പഞ്ചായത്ത് തലത്തിൽ എഴുതിയിട്ടുള്ള ഒരു കഥയായിരുന്നു, മരണ വീടിന്റെ വാതിലുകൾ ഇപ്പോഴും തുറന്നു കിടക്കുകയാണ് എന്നുള്ളൊരു സബ്ജക്റ്റ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായത്. ആ കഥയും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ ഫിനിഷ്, കുറച്ച് ലെങ്ത് കുറവായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറൊക്കെയാണ് മത്സരത്തിന് ടോട്ടൽ കിട്ടുന്ന സമയം. അതായത് നമ്മൾ തെറ്റുകളില്ലാതെ തിരുത്തി എഴുതി ഫിനിഷ് ചെയ്ത് ഒരു കഥ ഫിനിഷ് ചെയ്ത് സ്റ്റാർട്ടിങ്ങും എല്ലാം ചെയ്ത് നമുക്കപ്പോൾ ആലോചിക്കാനുള്ള സമയം കൂടെ കിട്ടണം. ആ കഥക്ക് ഒരു ഇച്ചിരി ലെങ്ത് കുറഞ്ഞെങ്കിൽ കൂടി പിന്നെ എനിക്ക് അതിലേക്ക് ആഡ് ചെയ്യാം. പക്ഷെ ഓരോ സമയം ഓരോ കഥ ആഡ് ചെയ്യുമ്പോഴും ആ ഒരു സമയത്ത് നമുക്ക് അതിൽ എന്തൊക്കെ അതായത് നേരത്തെ ചോദിച്ചല്ലോ, ആനുകാലികങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും രീതിയിൽ അതിനെ ഒരു കഥ എഴുതുമ്പോൾ ഞാൻ മാക്സിമം അതിലേക്ക് എന്തൊക്കെ കൊണ്ടുവരാൻ പറ്റുമോ അതൊക്കെ കൊണ്ടുവരാറുണ്ട്. അങ്ങനെ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ജസ്റ്റ് ഒരു ഇത് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്തൊരു ബ്ലോക്ക് തലത്തിൽ, ബ്ലോക്ക് ജില്ലയൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ മുട്ടിൽ മത്സരിച്ചുകൊണ്ട് ബ്ലോക്ക് തലത്തിൽ വന്നിട്ടുള്ളത് കണ്ണാടിക്ക് പറയാനുള്ളത്. ആ കണ്ണാടിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞ കഥയിലും ഇതുപോലെ ഞാൻ കൽപ്പറ്റ ഏരിയയുമായി ബന്ധപ്പെടുത്തിയിട്ട് ഉള്ള ഒരു കണ്ണാടി കാണുന്ന കാഴ്ചകൾ. നോർമലി അതിൽ കുറെ ആളുകൾ നമ്മളെ വീട്ടിൽ നമ്മൾ കാണുന്ന ഒരുങ്ങുന്ന കണ്ണാടി ഒക്കെ. ഞാൻ പക്ഷെ അത് എഴുതിയിട്ടുള്ളത് ഒരു സൂപ്പർ
സൂപ്പർ മാർക്കറ്റിന് മുമ്പിൽ ഷോ പീസ് വെച്ചിട്ടുള്ള ഒരു കണ്ണാടി. ആ ഒരു കണ്ണാടി കാണുന്ന ഒരു നാടിന്റെ കഥ അതായിരുന്നു. അത് ബ്ലോക്ക് തലത്തിലൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ ജില്ലയിൽ മത്സരിക്കുന്നു. ജില്ലയിൽ മത്സരിച്ച സമയത്തും ഇതുപോലെ വളരെ അവർ അനന്തതയിലേക്ക് നടക്കുകയായിരുന്നു. അതായിരുന്നു സബ്ജക്റ്റ്. അന്നും ഈ പറയുന്നത് കഥയിലും ഞാൻ കുറച്ച് അന്ധവിശ്വാസങ്ങൾ ഉണ്ടല്ലോ, കഥയിൽ ഞാൻ ആ ഒരു ഇതാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെയാണ് അവിടുന്ന് ജില്ലയിൽ എനിക്ക് കവിത സെക്കൻഡ് ആയിരുന്നു, ലേഖനവും അതുപോലെ തന്നെ കഥയും മത്സരിക്കാൻ പറ്റി. സംസ്ഥാനത്ത് പോയപ്പോൾ ഈ പറഞ്ഞതുപോലെ ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഭയങ്കര സംസ്ഥാനം വരെ എത്തിയല്ലോ, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയല്ലോ, ഇത്രയും ആളുകളോടൊപ്പം അല്ലേ. അതെ അതെ, അങ്ങനെ തോന്നി. ജസ്റ്റ് അവിടെ ചെല്ലുന്നു. അപ്പൊ ഈ ക്യാമ്പിലൊക്കെ ഉള്ള കുറെ പേര് വന്നു, നമുക്ക് ഭയങ്കര സപ്പോർട്ടൊക്കെ ആയിരുന്നു. അവര് മത്സരത്തിന് കയറ്റി വിടുന്നു. ഒരുപാട് സമയം ഞങ്ങൾ 2:30 മത്സരം തുടങ്ങും എന്ന് പറഞ്ഞിട്ട് 7:30 തുടങ്ങി. സബ്ജക്ട് കിട്ടിയപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഞാൻ പറ്റ തളർന്നു പോയി എന്നുള്ളതാണ്. കാരണം ഞാൻ 7ാം ക്ലാസ്സിലെങ്ങാനും വെച്ച് പഠിക്കുമ്പോൾ, 7ാം ക്ലാസ്സിലോ 6ലോ എന്ന് കൃത്യമായി ഓർമ്മയില്ല, ആ സമയത്ത് എനിക്ക് കിട്ടിയിട്ടുള്ള സെയിം സബ്ജക്റ്റ് ആയിരുന്നു അപ്പൊ കിട്ടി. കേരളോത്സവത്തിന് എനിക്ക് കിട്ടിയത് ഇതായിരുന്നു, രാത്രിയിൽ നഗരത്തിൽ ഒറ്റപ്പെട്ടു പോയൊരു പെൺകുട്ടി. ഇതാണ് അതിന്റെ സബ്ജക്റ്റ്. ആ പെൺകുട്ടി കുറച്ച് കള്ളുകൂടിയന്മാരെ അല്ലെങ്കിൽ മയക്കുമരുന്ന് ഡ്രഗ് അഡിക്റ്റുകളായ ആളുകളുടെ ഇടയിൽ പെടുന്നു. അവരെ റേപ്പ് ചെയ്യപ്പെടുന്നു, ഏതെങ്കിലും പാതയോരത്ത് മരിച്ചു വീഴുന്നു. ഇതൊക്കെയാണ് ഒരു 80% ആളുകളും ചിന്തിക്കുക. ഞാൻ കുറെ സമയം ബ്ലാങ്ക്. ഈ സബ്ജക്റ്റ് കിട്ടിയപ്പോൾ തന്നെ എനിക്കൊന്നും എഴുതാൻ പറ്റില്ല എന്നുള്ളത്. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് പദ്ധതികളുള്ളൊരു കേരളത്തിൽ ജീവിക്കുന്ന ഞാൻ ഇനിയും ഒരു സ്ത്രീ ആക്രമിക്കപ്പെട്ടോ അല്ലെ റേപ്പ് ചെയ്യുന്ന ഒരു കഥ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് കൊള്ളൂല, ഒരിക്കലും കൊള്ളൂല. എന്തുകൊണ്ട് ആ ഒറ്റപ്പെടുന്ന പെൺകുട്ടി രക്ഷപ്പെട്ടൂടാ, അല്ലെങ്കിൽ അവള് വളരെ സുരക്ഷിതമായിട്ട് അവളുടെ വീട്ടിലെത്തിക്കൂടാ എന്നുള്ളൊരു ചിന്തയുണ്ടായി. ആ ഒരു ചിന്തയിൽ നിന്ന് ജസ്റ്റ് ഞാൻ അതിന്റെ ചെറിയൊരു ഔട്ട്ലൈൻ പറയാം. വീട് വിട്ട് ജോലി ചെയ്യുന്ന വിവാഹിതയായ ഒരു പെൺകുട്ടി, വളരെ ചെറുപ്പത്തിൽ വിഡോ ആണ്, അവള് വിഡോ ആയിട്ടുള്ളതാണ്. എന്റെ കഥകളിലേക്ക് നമ്മുടെ നാട് തന്നെയാട്ടോ കൂടുതൽ, നമ്മളെ നാട്ടിലെ പേരുകള് ഒക്കെയാണ് കൂടുതൽ എഴുതാറുള്ളത്. കോഴിക്കോട് നിന്ന് ഒരു പെൺകുട്ടി ചുരം കയറി വീട്ടിലേക്ക് വരുന്നു. വീട്ടില് അവള് പല കാരണങ്ങളാൽ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എത്തുന്ന സമയം വൈകുന്നു. വൈകി അവള് കൽപ്പറ്റ ടൗണിൽ ഇറങ്ങുന്ന സമയത്ത് ആരുമില്ല എന്ന് വെച്ചാൽ ഈ നൈറ്റ് ഓടുന്ന ഓട്ടോകൾ മാത്രമേ ഉള്ളൂ. ആ നൈറ്റ് ഓടുന്ന ഓട്ടോകളിൽ നിന്ന് അവളൊരു മുസ്ലിം പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന അല്ലെ മുസ്ലിം ആയിട്ടുള്ള ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി ഇതുവരെ കണ്ടിട്ടുള്ള നമ്മളെ കുറച്ച് വർഗീയ ചിന്താഗതികൾ പരത്തുന്ന ആളുകളുണ്ടല്ലോ, അവരോടുള്ള ഒരു രോഷം എനിക്കിതിൽ പ്രകടിപ്പിക്കാനുണ്ടായിരുന്നു ഈ കഥയിൽ. ഞാൻ അവിടെ കംപ്ലീറ്റ്ലി കാവി മുണ്ടുടുത്ത അല്ലെങ്കിൽ ചരട് കെട്ടിയിട്ടുള്ള ഒരു മനുഷ്യൻ. അപ്പോൾ ആ ഒരു ആള് ഈ പെൺകുട്ടിയുടെ എല്ലാ ഉത്കണ്ഠകളെയും മാറ്റി നിർത്തിക്കൊണ്ട് ഈ പെൺകുട്ടിയെ സുരക്ഷിതമായിട്ട് ഇവളുടെ വീട്ടിലെത്തിക്കുകയാണ്. അതിന്റെ ഇടയിൽ കുറച്ച് കഥകളുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. അവള് വീട്ടിലെത്തിക്കുകയാണ്. അങ്ങനെ തിരിച്ചു പോകുന്ന സമയത്ത് അവളുടെ എല്ലാ ഇതുവരെയുള്ള ചിന്തകളൊക്കെ മാറിയല്ലോ, ആ ഒരൊറ്റ യാത്രയിൽ മാറിയല്ലോ. അങ്ങനെ അവള് തിരിച്ചു പോകുന്ന സമയത്ത് ഈ ഓട്ടോയുടെ പുറകിൽ എഴുതിയിട്ടുള്ള ഒരു പേരുണ്ട്, ഭാരതീയൻ. അതാണ് ആ നമ്മള് ഭാരതത്തിൽ ജീവിക്കുന്ന ഇന്ത്യക്കാരാണ്, ഒരേപോലെയാണ് അവിടെ. അതാണ് എൻ്റെ ഒരു കഥ. അതാണ് ആ ഫസ്റ്റ് കിട്ടിയിട്ടുള്ള കഥ. യുവജനക്ഷേമ ബോർഡ് പ്രസിദ്ധീകരിച്ച യുവാക്ഷരി, കാവ്യശിഖയുടെ വാക്കില കഥകൾ, ചൂണ്ടുവിരൽ, സ്റ്റെയിൻ ഓഫ് അഗണി തുടങ്ങിയ പുസ്തകങ്ങളിൽ രചനകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കാവ്യശിഖ കമ്മ്യൂൺ ഓഫ് ലെറ്റേഴ്സ് സംഘടിപ്പിച്ച മണിപ്പൂർ കവിതാ ക്യാമ്പയിൻ കോർഡിനേറ്ററായി പ്രവർത്തിച്ചത് മറക്കാനാവാത്ത ഒരു അനുഭവമായി റൂബി ചേർത്തുപിടിക്കുന്നു. ജൂലൈയിൽ പുറത്തിറക്കാൻ ഉദ്ദേശിക്കുന്ന പുസ്തകത്തിന്റെ പണിപ്പുരയിലാണ് ഇപ്പോൾ. കവിതകൾ എഴുതാറുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു കവിത നമുക്ക് ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടൊന്ന് ചൊല്ലാമോ? തീർച്ചയായും. ഇതും ഒരു മത്സരത്തിന് എഴുതിയിട്ടുള്ളൊരു കവിതയാണ്. യുദ്ധവും ജീവിതവും. യുദ്ധഭൂമിയിൽ പിടഞ്ഞു വീണത് യാഥാർത്ഥ്യത്തിൻ ശാന്തിഗീതം. യവനയോദ്ധാക്കൾ യവനിക പൂണ്ടപ്പോൾ ഒഡീസിയൂസിന് നഷ്ടമായ അതേ ശാന്തിഗീതം. ആത്മാവിനെ ഭ്രാന്തനാക്കിയപ്പോൾ അമ്പാടിക്കണ്ണനുണ്ടായ അതേ വേദന. അരികിലുണ്ടായിരുന്നവരെ ബോംബുകൾ വിഴുങ്ങുമ്പോൾ അശാന്തിയുടെ അർബുദങ്ങൾ അമ്മമാരുടെ ഭ്രൂണത്തിൽ അമരജീവിതം രചിക്കുന്നു. ഇയ്യോബിന്റെ പുസ്തകങ്ങളിൽ ഇടം പിടിക്കാൻ
അധ്യാപികയാണ്, അതേപോലെ തന്നെ കുടുംബത്തിനെ പറ്റി ഒന്ന് പറയാമോ? ഓ തീർച്ചയായിട്ടും. കൽപ്പറ്റയായിരുന്നു എൻ്റെ ബാല്യകാലം എന്ന് പറയുന്നത്. കൽപ്പറ്റ എൻ്റെ ഉപ്പ ഒരു ചായക്കടയായിരുന്നു ഉമ്മച്ചിക്ക്. പിന്നെ ഞാൻ ഉമ്മച്ചി ഞങ്ങൾ 3 പെൺകുട്ടികളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് കല്യാണം കഴിച്ചു വിട്ടത് കേട്ടോ. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ബത്തേരി സ്വദേശിയാണ്, ഫൈസൽ പള്ളിക്കണ്ടി എന്നാണ് വീട്ടുപേര്. അദ്ദേഹം അബ്രോഡായിരുന്നു. ഇപ്പോൾ കുറച്ചു കാലമായിട്ട് ആദ്യം ബസ്സിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടക്ടറായിട്ട് ജയന്തി ബസ്സുകാരുടെ കൂടെ കണ്ടക്ടറായിട്ട് പോവാണ്. 3 മക്കളുണ്ട് എനിക്ക്. മൂത്താള് 2 ആൺകുട്ടികളും 1 മോളുമാണ് ഉള്ളത്. പിന്നെ പഠിക്കുന്നു, 3 പേരും പഠിക്കുന്നു. സന്തോഷം. ഫാദർ, മദർ, അതേപോലെ എൻ്റെ അനിയത്തി. അങ്ങനെ ഞങ്ങളൊരു ഒന്നിച്ചാണ് താമസിക്കുന്നത്. അതുപോലെ തന്നെ ഈ പ്രാവശ്യത്തെ വനിതാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തില് യുവ എഴുത്തുകാരുടെ ഒരു പാനൽ ചർച്ച നടന്നിരുന്നല്ലോ. ശരിക്കും അതിൽ റൂബി പങ്കെടുത്തിരുന്നതായിട്ട് എനിക്ക് അറിയാം, ഞാൻ വായിച്ചിരുന്നു. അപ്പം അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുക? ഓ തീർച്ചയായിട്ടും. നമ്മൾ ഈ അന്താരാഷ്ട്ര വനിതാ ദിനത്തോട് അനുബന്ധിച്ചിട്ടാണ് തിരുവനന്തപുരത്ത് കനകക്കുന്ന് ഓഡിറ്റോറിയത്തിൽ ഒരു വലിയൊരു പ്രോഗ്രാമായിരുന്നു. അത് വലിയൊരു പ്രോഗ്രാമിൽ കേരളത്തിൽ നിന്നുള്ള 6 പേരിൽ ഒരാളായി പങ്കെടുക്കാൻ പറ്റിയെന്നുള്ളത് ഏറെ അഭിമാനത്തോടെ തന്നെ എൻ്റെ ലൈഫിൽ നമ്മൾ ചില കാര്യങ്ങൾ ഇങ്ങനെ ചേർത്ത് വെക്കുമല്ലോ, ഹൃദയത്തോട് ചേർത്ത് വെക്കുമല്ലോ, അല്ലെങ്കിൽ എനിക്കൊരു അവസരം കിട്ടിയല്ലോ എന്നുള്ള ഒരു ചിന്ത ഉണ്ടാവുമല്ലോ. അങ്ങനെ എനിക്ക് ഒത്തിരി അഭിമാനം തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാനിങ്ങനെ എന്തുകൊണ്ട്, സത്യം പറയുകയാണെങ്കിൽ ഞാൻ എന്തുകൊണ്ട് എന്നുള്ളത് ഞാൻ തന്നെ ചിന്തിച്ചു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല പുസ്തകങ്ങളിലും വന്നിട്ടുണ്ടെങ്കിൽ പോലും സ്വന്തമായിട്ടൊരു പുസ്തകം ഞാൻ ഇതുവരെ ഇറക്കിയിട്ടില്ല. ഒരു പുസ്തകം ഇറക്കിയിട്ടില്ല, എൻ്റേതെന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ഇറക്കിയില്ല. എൻ്റെ കവിതകളും കഥകളും ഒക്കെ പല പുസ്തകങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇത് കംപ്ലീറ്റ്ലി ഞാനൊരു പുസ്തകം ഇറക്കിയിട്ടില്ല. അപ്പോൾ ഒരു പുസ്തകം പോലും ഇറക്കാത്ത ഒരാളെ, അതും ഇങ്ങനെ സെലക്റ്റീവായിട്ട് വിളിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ എന്തുകൊണ്ട് വിളിച്ചു എന്നുള്ളതും, ഞാൻ എന്നെ അറിയുന്ന ഒത്തിരി പ്രശസ്തരായ ആളുകളെ വിളിച്ച് ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും പേര് കൊടുത്തതാണോ, എങ്ങനെയാണ് ഞാൻ ഇതിലോട്ട് വന്നിട്ടുള്ളത് എന്നുള്ളത്. പക്ഷെ അവരൊന്നും അറിഞ്ഞിട്ടില്ല, ആരും അറിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടാണ് അവര് അങ്ങനെ ഒരു ചാൻസ് ഉണ്ട് എന്നുള്ളത് അറിഞ്ഞത്. അപ്പോൾ എന്ത് തന്നെ ആയാലും ആര് ഹിഡൻ ആയിട്ട് ഒരാളുണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. ഒരുപക്ഷെ വനിതാ ശിശു വികസന വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരെങ്കിലും ആയിരിക്കും. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ തന്നെയും എൻ്റെ പേര് നിർദ്ദേശിക്കുകയും ആ പേരിനെ നിർദ്ദേശിച്ച ഒരാളെ പെട്ടെന്ന് എടുക്കണം എന്നില്ലല്ലോ, അവർ അന്വേഷിക്കുമല്ലോ. ആ ഒരു അന്വേഷണത്തിലൂടെ എന്നെ സെലക്ട് ചെയ്ത് ആ ഒരു പാനൽ ചർച്ചയിൽ ഉൾപ്പെടുത്തി എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു അഭിമാനമായിട്ട് തന്നെ തോന്നുന്നു. അവിടെ നമ്മളുടെ എഴുത്തനുഭവങ്ങളെ കുറിച്ചിട്ടൊക്കെയായിരുന്നു കൂടുതലായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്ത്രീ എഴുത്തുകാർ, വനിതാ ദിനമാണല്ലോ, അപ്പോൾ സ്ത്രീ എഴുത്തുകാർ ഒത്തിരി പലതും സഹിച്ചിട്ടാണ് അവരുടെ എഴുത്തുകളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു പക്ഷെ അത് ജെൻഡർ ഇക്വാലിറ്റി ഒക്കെ നമ്മളിങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും സ്ത്രീ എഴുത്തുകാരെ സംബന്ധിച്ചിട്ട് നോക്കുകയാണെങ്കിൽ അവരുടെ കുടുംബം എന്നുള്ളതിനെ വിട്ട് ഒരിക്കലും അവർക്ക് പുറത്തു പോയി അല്ലെങ്കിൽ ആ ഒരു ഫ്രീ ആയിട്ടുള്ള ഇതിൽ എഴുതാൻ പറ്റില്ല. കുടുംബത്തോടൊപ്പം തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എഴുത്തിനെ കൊണ്ടുപോകുന്നത്. അങ്ങനെയുള്ള കുറച്ച് ക്രൈസിസ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവർ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ എന്നുള്ളതൊക്കെയാണ് പ്രധാനമായിട്ട് അവിടെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഈ പറഞ്ഞ പോലെ, റൂബി പറഞ്ഞ പോലെ തന്നെ എഴുത്തുകളൊക്കെ ഒരുപാട് നിറയെ പല പുസ്തകങ്ങളിലും ഒക്കെ കണ്ടിട്ടുണ്ട്. നന്നായി എഴുതുന്ന ആളുമാണ്. പിന്നെ എന്തുകൊണ്ട് പുസ്തകം ഇറക്കാൻ വൈകുന്നു? അതോ ഉടനെ ഒരു പുസ്തകം പ്രതീക്ഷിക്കാമോ? ഉടനെ ഒരു പുസ്തകമുണ്ട്. എന്തുകൊണ്ട് ഇത്രയും വൈകിയെന്നും ഇപ്പോഴും ഞാനൊരു ഡേറ്റ് അല്ലെങ്കിൽ ഒരു മന്തിൽ ഒരു പുസ്തകം ഇറക്കാൻ ഉള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും എനിക്ക് ഓവറാവേശമൊന്നുമില്ല. ഓവറാവേശം ഇല്ലാത്തതിനൊരു കാര്യം, അത് വിനയമായിട്ടൊന്നും കരുതരുത്. ഞാൻ ഓരോ ആളിനെയും പുതിയതായി വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോ ക്യാമ്പുകളും പങ്കെടുക്കുമ്പോൾ ഞാൻ പരുവപ്പെട്ടിട്ടില്ല എന്നുള്ള ചിന്ത തന്നെയാണ്. ഞാൻ ഇപ്പോൾ ഒരുപാട് ആളുകൾ നല്ല ഇത് പറഞ്ഞിട്ടുള്ള ഒരു കഥയെ അല്ലെങ്കിൽ ഞാൻ ഇത് ഉൾപ്പെടുത്താമെന്ന് ഉറപ്പിച്ചിട്ടുള്ള കഥയെ മറ്റൊരു ടീമിന് വായിക്കാൻ കൊടുക്കുമ്പോൾ അവരതിൽ കുറേ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും. ഇനിയും എഴുത്തിൻ്റെ മേഖലയിൽ അല്ലെങ്കിൽ വായനയുടെ മേഖലയിൽ ഞാൻ ഒരുപാട് മുന്നോട്ട് പോവാനുണ്ട് എന്നുള്ളൊരു ചിന്ത എനിക്ക് തന്നെ ഉള്ളത് കൊണ്ടാണ് ഞാൻ പുസ്തകം വൈകിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് എഴുതി കൂട്ടിയതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ 1, 2, 3 പുസ്തകങ്ങൾ ഇറക്കാം അങ്ങനെ. പക്ഷെ അതൊക്കെ നമ്മൾ ഈ
ഇത് പുസ്തകം പണം കൊടുത്ത് വാങ്ങുന്ന ഒരാളെ, അല്ലെങ്കിൽ പണം കൊടുത്ത് വാങ്ങുന്നത് എന്നുള്ളതിനേക്കാളേറെ ഒരാളുടെ പുസ്തകം വായിക്കാനിരിക്കുമ്പോൾ അയാളുടെ വിലപ്പെട്ട കുറേ സമയമാണ് പോകുന്നത്. ആ സമയത്തിന് ഇത്തിരിയെങ്കിലും എൻ്റെ വക, അത് എത്ര മാത്രം എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതല്ല, പക്ഷെ എൻ്റെ ഒരു പുസ്തകം ഇറങ്ങുമ്പോൾ ഞാൻ കുറച്ച് ആത്മാർത്ഥമായിട്ട് അതിന് വേണ്ടിയിട്ട് ഒരുങ്ങണം എന്നുള്ളൊരു തോന്നലുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ പുസ്തകം കുറച്ച് വൈകിക്കുന്നത്. ഇപ്പൊ നിലവിൽ നമ്മള് ഒരു 12 കഥകൾ, ചെറിയൊരു പുസ്തകം, വളരെ ചെറുകഥാ സമാഹാരം, ഒരു 12 കഥകളൊക്കെ ഉൾപ്പെടുന്ന ഒരു കഥാസമാഹാരം ഈ ജൂലൈയില് നമ്മള് പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. പേര് ഇതുവരെ ഇട്ടിട്ടില്ല. ഞാനത് എൻ്റെ ഒരു എഡിറ്റോറിയൽ പാനലിലുള്ള ആളുകളുടെ ഒരു അഭിപ്രായം കൂടെ മാനിച്ചിട്ട് പേരിടാന്നുള്ളൊരു രീതിയിലാണ് ഉള്ളത്. അതിലിപ്പോ ഏതെങ്കിലും ഒരു കഥയുടെ പേരായിരിക്കും. അവരുടെ അഭിപ്രായം കൂടെ ഒന്ന് കണക്കിലെടുത്തിട്ട്. ഓക്കെ. അപ്പം ശരിക്കും ഇവിടെ തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ ആദ്യമായിട്ട് അനൗൺസ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഒരു ഔദ്യോഗികമായി ഉള്ള രീതിയിൽ നമ്മൾ ആദ്യമായിട്ട് ഞാൻ ഇവിടെയാണ് പറയുന്നത്. ജൂലൈ എൻ്റെ ജന്മദിനം കൂടെയാണ്, ജൂലൈ 1. അപ്പൊ ഒന്നിന് സാധിച്ചിട്ടില്ലെങ്കിൽ കൂടി ആ ഒരു മാസത്തില് ചെയ്യാമെന്നുള്ളത് അങ്ങനെ ഒരു ചിന്ത ഉണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് എഴുതാൻ ഇപ്പോഴും ഒരു 3-4 കഥകൾ കൂടെ ഇനിയും എഴുതാനുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ പെട്ടെന്ന് ഈ മത്സരബുദ്ധിയോടെ എഴുതുന്ന സമയത്ത് അല്ലാതെ എനിക്ക് എഴുതാൻ ഇച്ചിരി പ്രയാസം. ഇങ്ങനെ ഒരു കഥയെ ചിട്ടപ്പെടുത്തി എടുത്ത് എഴുതുക എന്നുള്ളത്, എനിക്ക് ആ ഒരു എഴുത്ത് എന്ന് പറയുന്ന സമയത്ത് ഫുള്ളി ഞാൻ മാത്രമായിരിക്കണം, എൻ്റെ ലോകത്ത് ഞാൻ മാത്രമായിരിക്കണം. അവിടെ നമുക്ക് കുറച്ച് വർക്കുകൾ ഉണ്ടാവുക, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് സ്പേസ് ഉണ്ടാവരുത്. ഞാൻ മാത്രമായിട്ട് എനിക്കും ആ ഒരു സബ്ജക്റ്റിനും കഥയ്ക്കും മാത്രമുള്ള സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എഴുതാൻ ഉള്ളൊരു ഇത് കൂടുതലായിട്ട് കിട്ടുള്ളൂ. എഴുതുന്നില്ല എന്നല്ല പറയുന്നത്, പക്ഷെ സമയം എടുക്കും ഞാൻ അങ്ങനെ അല്ലാതെ എഴുതുമ്പോൾ. അതുകൊണ്ട് ഇനിയൊരു 3-4 കഥകളും കൂടെ എന്തായാലും വേണം ഒരു കോറം തയ്യാൻ. എന്തായാലും എഴുത്തിനെ പറ്റിയുള്ള ഈ ഒരു ചിന്തകൾ വളരെ വ്യത്യസ്തമായിരിക്കുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സബ്ജക്റ്റ് കിട്ടിക്കഴിയുമ്പം അത് എഴുതുക എന്ന് പറയുന്നതും അത് പുരസ്കാരത്തിന് അർഹമാകുക എന്ന് പറയുമ്പോഴും അതിൻ്റെ ഒരു വാല്യൂ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ശരിക്കും എത്രമാത്രം ആത്മാർത്ഥതയോടെ ആയിരിക്കും അത് ചെയ്യുക എന്നുള്ളത്. എന്തായാലും പുതിയ പുസ്തകത്തിന് ആദ്യമേ തന്നെ റേഡിയോ മാറ്റലിയുടെ എല്ലാവിധ ആശംസകളും നേരുകയാണ് കേട്ടോ. താങ്ക് യു. അതുപോലെ സംസ്ഥാന തലത്തിൽ നടന്നൊരു ക്യാമ്പ് ഉണ്ടായിരുന്നല്ലോ, കാവ്യശിഖ കമ്മ്യൂണിന്റെ ഒരു ഭാഗമായിട്ട് അല്ലേ? അത് ക്യാമ്പയിനായിരുന്നു, അത് ഒരു കവിതാ ക്യാമ്പയിനായിരുന്നു. നമ്മൾ മണിപ്പൂരിലെ ആ ഒരു സംഭവത്തിനോടനുബന്ധിച്ച് നമുക്ക് ഇന്ത്യയിലുള്ള ആളുകൾക്ക് നമുക്ക് പ്രതികരിക്കാൻ വേണ്ടി അപ്പോൾ കേരളത്തിൽ നമ്മൾ ഒരു കൂട്ടായ്മ, കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും വെച്ചിട്ട് ഒരു കൂട്ടായ്മ എന്നുള്ള രീതിയിൽ നമ്മളൊരു ക്യാമ്പയിൻ നടത്തി. ആ ക്യാമ്പയിൻ്റെ കോർഡിനേറ്റർ ആയിരുന്നു. ആദ്യം നമ്മളതൊരു പുസ്തകമാക്കുക എന്നുള്ളൊരു ലക്ഷ്യമില്ലായിരുന്നു. ക്യാമ്പയിൻ പോലെ നടത്തി പോസ്റ്ററുകൾ തയ്യാറാക്കി ഓരോ ദിവസം എല്ലാവരും ഒന്നിച്ച് പോസ്റ്റ് ചെയ്യുക, FB പോസ്റ്റ് ചെയ്യുക എന്നൊക്കെയായിരുന്നു. അപ്പോൾ വന്നതിൽ ഒത്തിരി നല്ല കവിതകൾ, നമ്മൾ 4 വരിയോ 6 വരിയിലോ ഉൾക്കൊള്ളുന്ന ഒരുപാട് കവിതകൾ. അപ്പോൾ നമ്മളൊരു 100-150 കവിതകളായിരുന്നു പ്രസിദ്ധീകരിച്ചത്. ആളുകൾ നല്ല പാർട്ടിസിപ്പേഷൻ ഉണ്ടാകുകയും 700-ൽ പരം കവിതകൾ ഉണ്ടായി. 700-ൽ പരം കവിതകളിൽ നിന്ന് നമ്മളൊരു 450ഓളം കവിതകളെ സോർട്ട് ചെയ്തിട്ട്, അതായത് വിഷയമായി യാതൊരു ബന്ധവുമില്ല, അല്ലെങ്കിൽ വെറുതെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ മാത്രം കുറ്റം പറയാൻ ഉപയോഗിക്കുന്ന കവിതകളുണ്ടാവും. നമ്മൾക്കിവിടെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിലോ, മണിപ്പൂർ സംഭവത്തിനെ നമ്മൾ കണ്ടിട്ടുള്ളത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരുടെ അനുവാദമില്ലാതെ ചെയ്യുന്ന എന്ത് പ്രവൃത്തിയും അവർക്ക് അത്രയും ക്രൂരമായിട്ടുള്ള പ്രവൃത്തിയാണ്. അപ്പോൾ ആ ഒരു സ്ത്രീകളുടെ മനസ്സ് അവരുടെ നാട്ടുകാരുടെ ഇടയിൽ വെച്ചിട്ട് നഗ്നരാക്കിയിട്ട് നടക്കുകയും അവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിച്ചുകൊണ്ട് അത് പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കുക എന്ന് പറയുമ്പോൾ അവിടെ നമ്മളൊരു ചെയ്ത ആളുകളുടെ രാഷ്ട്രീയത്തിനേക്കാളേറെ ആ ഒരു സ്ത്രീകൾ അനുഭവിച്ചിട്ടുണ്ടാകുന്ന മാനസികമായിട്ടുള്ള ഒരു സംഘർഷം, അതിനെയാണ് കൂടുതൽ ബേസ് ചെയ്തത്. ആ ഒരു ബേസ് ചെയ്ത രീതിയിൽ നമുക്ക് വന്നിട്ടുള്ള എല്ലാ കവിതകളും
കവിതകളും നമ്മൾ ഉൾപ്പെടുത്തുകയും പിന്നീട് നമ്മൾ ഈ കവിത മലയാള പുസ്തകം തയ്യാറാക്കാവുന്ന രീതിയിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇപ്പോൾ ആഫ്രിക്കയിൽ അതുപോലെ തന്നെ മണിപ്പൂരിലൊക്കെ അവിടെ സെറ്റിൽഡ് ആയിട്ടുള്ള മലയാളികൾ അവർക്കൊക്കെ ഇതിൽ പങ്കെടുക്കണം എന്നുള്ളൊരു അതിയായ താല്പര്യം. അവർക്കൊക്കെ അവരുടെ ആ ഒരു ഇതിനോടുള്ള ഒരു എതിർപ്പിനെ കവിതകളായി തരണം എന്നുള്ളത് ഒരു കാര്യം. അപ്പോൾ അവർക്ക് മലയാളത്തിൽ എഴുതുക, ഇപ്പോൾ മലയാളികളായിരുന്നെങ്കിൽ പോലും മലയാളം വശമില്ലാതായി പോയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവർക്ക് ഇംഗ്ലീഷിൽ അവർ കവിതകൾ എഴുതാം എന്നുള്ളൊരു തീരുമാനം ഉണ്ടായി. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള പുസ്തകമാണ് സ്റ്റെയിൻ ഓഫ് അഗണി. ഇപ്പൊ ഇംഗ്ലീഷിൽ അവർ വന്ന സമയത്ത് നമ്മളെ മലയാളത്തിൽ നിന്നുള്ള കുറച്ച് കവിതകളും കൂടെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഉൾപ്പെടുത്താന്ന് വന്നു. അങ്ങനെ ആ ഒരു 2 പുസ്തകങ്ങളും കൂടെ മണിപ്പൂർ ചൂണ്ടുവിരലിനും അതുപോലെ സ്റ്റെയിൻ ഓഫ് അഗണി എന്നാണ് 2 പുസ്തകങ്ങൾ, ഒന്ന് ഇംഗ്ലീഷും ഒന്ന് മലയാളമാണ്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ വൈഡായിട്ട് മിൻസ ചാനു അതുപോലെ തന്നെ ലക്ഷ്മി അവരൊക്കെ പങ്കെടുത്തിട്ട് പുറത്ത് നമ്മൾ മണിപ്പൂരിലൊക്കെ വളരെ പ്രശസ്തരായിട്ടുള്ള കവികളാണ്. അപ്പോൾ അവരൊക്കെ പങ്കെടുത്ത ഒരു പുസ്തകത്തിന്റെ എഡിറ്റോറിയലില് അംഗമായി എന്നുള്ളതും ജീവിതത്തിൽ അതും ഞാൻ പറഞ്ഞല്ലോ 2 വർഷമായിട്ടുള്ളൂ ഞാൻ എഴുത്തിനെ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ ജീവിതത്തോടൊപ്പം അല്ലെങ്കിൽ എൻ്റെ ഫാമിലി ലൈഫിനോടൊപ്പം ഞാൻ എഴുത്തുകൂടെ കൊണ്ടു അല്ലെങ്കിൽ ഈ ഒരു മേഖലയിലേക്ക് വന്നിട്ട്. അപ്പോൾ ആ ഒരു 2 വർഷത്തിനിടയിൽ ഇത്രയും കാര്യങ്ങളൊക്കെ എനിക്ക് എൻ്റെ ലൈഫിൽ ഉണ്ടായി എന്നുള്ളത് വളരെ സന്തോഷത്തോടെ കാണുന്നുണ്ട് ഞാൻ. അതൊക്കെ ആ ഒരു അവസരങ്ങളൊക്കെ വലിയൊരു നേട്ടമായിട്ട് തന്നെ കാണുന്നുണ്ട്. അതെ, എഴുത്തിനുള്ള ഒരു ഊർജ്ജമായിരിക്കട്ടെ തീർച്ചയായിട്ടും. പിന്നെ എനിക്ക് ഞാൻ എഴുതി എവിടെയെങ്കിലും മുന്നേ എത്തുക എന്നുള്ളതിനേക്കാളേറെ എന്നെ കൈപിടിച്ച് കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ എത്രയോ പുസ്തകങ്ങൾ എഴുതാനുള്ള എഴുത്തുകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഒന്നും സൂക്ഷിച്ചു വെച്ചിട്ടില്ല. നമ്മൾ തോന്നുന്ന ഒരു സമയത്ത് എഴുതുന്നു, പിന്നെ അത് എങ്ങനെയോ പോകും, ഒന്നും സൂക്ഷിച്ചു വെക്കാറില്ല. പക്ഷെ എനിക്ക് ഈ പറഞ്ഞതുപോലെ ഈ തട്ടകം ക്യാമ്പിലൊക്കെ ചെന്നപ്പോഴാണ് കുഞ്ഞാനി എഴുതുന്നത് സൂക്ഷിച്ചു വെക്ക് എന്ന് പറഞ്ഞു തരാൻ ഒരു കൂട്ടം ഉണ്ടായത്. അങ്ങനെ എഴുതുന്നത് ഒരിക്കലും നമുക്ക് വീണ്ടും എഴുതാൻ പറ്റില്ല. ഒരിക്കൽ നമ്മളെ മനസ്സിൽ വരുന്ന കാര്യങ്ങളൊന്നും രണ്ടാമത് വരില്ല. അപ്പൊ നമ്മളത് എഴുതി വെക്കണം എന്നൊക്കെ പറഞ്ഞൊരു ഉപദേശം തന്ന് എന്നെ ഈ ഒരു രീതിയിലേക്ക് എത്തിച്ച ആളുകളുണ്ടല്ലോ. സൗഹൃദങ്ങൾ ഒരുപാട് ഉണ്ട്. എനിക്ക് ഇപ്പോൾ ഏറ്റവും വലിയ നേട്ടം ഞാൻ എപ്പോഴും എൻ്റെ ഹസ്ബൻഡിനോട് പറയുന്ന ഒരു കാര്യം, കേരളത്തില് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സ്ഥലത്ത് പോയിട്ട് ഒരാളെങ്കിലും എനിക്ക് വിളിക്കാനുണ്ടാവും, എന്നെ വന്ന് ഹെൽപ്പ് ചെയ്യൂ എന്ന് പറയാൻ ഒരാളെങ്കിലും ഉണ്ട്. ഒന്നല്ല, കണ്ടിട്ടില്ലെങ്കിൽ പോലും അത്രയും നമ്മൾ ജീവിതത്തിൽ ഒരുപാട് അടുത്ത് നിൽക്കുന്ന കുറേ മനുഷ്യരെ സ്വന്തമാക്കാൻ പറ്റി എന്നുള്ളത് തന്നെയാണ്. അവർ സ്നേഹത്തോടെ അല്ലെങ്കിൽ എന്നെ റൂബി എന്ന് വിളിച്ച് സ്നേഹത്തോടെ വരുന്ന കുറേ മനുഷ്യരെ സ്വന്തമാക്കാൻ പറ്റി എന്നുള്ളതാണ് ഈ മേഖലയിൽ എനിക്ക് ഏറ്റവും വലിയ നേട്ടം എന്ന് പറയാനുള്ളത്. ഓക്കെ, അപ്പം എന്തായാലും ഇനിയും റൂബിയോട് പറയാനുള്ളൊരു കാര്യം ഇത് തന്നെയാണ്. ഇനിയും തുടക്കക്കാരി എന്ന് പറഞ്ഞ് മാറി നിൽക്കരുത്. തീർച്ചയായിട്ടും റൂബിയുടെ എഴുത്തുകൾ ശ്രദ്ധേയമാണ്. അതുപോലെ തന്നെ പുതിയ എഴുത്തുകളുമായി ഇനിയും വരാൻ കഴിയട്ടെ, പുതിയ പുസ്തകങ്ങൾ, പുതിയ രചനകൾ പിറവിയെടുക്കട്ടെ. എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി ഞങ്ങൾ നേരുകയാണ്. തീർച്ചയായിട്ടും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടായി ഇങ്ങനെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റി എന്നുള്ളത് കൊണ്ടും എന്നെ കേൾക്കുന്ന കുറച്ചു പേരെങ്കിലും ഇപ്പോൾ ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസം ഉള്ളത് കൊണ്ടും ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദി, പ്രത്യേകിച്ച് സ്വപ്നയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു. വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടോടെ ജീവിതത്തെയും എഴുത്തിനെയും നോക്കിക്കാണുന്ന റൂബി ഫൈസലിന്റെ എഴുത്ത് വിശേഷങ്ങളാണ് 2 അധ്യായങ്ങളിലായി ശ്രോതാക്കൾ കേട്ടത്. എഴുത്തിലുള്ള നിരീക്ഷണ പാടവം അവരെ വലിയ മേഖലകളിലെത്തിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. തൂലികയുടെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത അധ്യായത്തിൽ പുതിയൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി, സ്നേഹം. തൂലിക എഴുത്തുകാരെയും രചനകളെയും പരിചയപ്പെടുത്തുന്നു.